പലരും മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യുന്നത് ചായ ചൂടാക്കാനും ചോറും കറികളും ചൂടാക്കാനും വേണ്ടി മാത്രമാണ്. ഇതിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മൈക്രോവേവ് വെച്ച് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് കാഷ്യൂ നട്ട്സ് ടോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്രയും കോസ്റ്റ് വരുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ സോൾട്ടഡ് ചില്ലി കാഷ്യൂസ് കാണിക്കാം. ഇതിന് ഞാൻ 1/2 കിലോ റോ കാഷ്യൂ നട്ട്സും കുറച്ച് ഉപ്പും മുളക് പൊടിയും ആണ് ഉപയോഗിക്കുന്നത്. പാത്രത്തിലേക്ക് 1-1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒരു ഡെസേർട്ട് സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർക്കണം. ഇത് ചേർത്തിട്ട് ഈ ഉപ്പ് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കിലോ റോ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഉപ്പ് നന്നായി അലിഞ്ഞാൽ മാത്രമേ ഈ കാഷ്യൂ നട്ട്സിന് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഫുൾ അലിയണം എന്ന് പറഞ്ഞത്. ഈ നട്ട്സ് നമ്മളൊന്ന് ടോസ് ചെയ്താൽ എല്ലാ ഭാഗത്തും ഈ ഉപ്പ് വെള്ളം പിടിച്ചോളും. ഇപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇതിൽ ബാക്കിയില്ല. ഒരു ഡെസേർട്ട് സ്പൂണിലധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അധികം എരിവ് ഇഷ്ടമുള്ളവർക്ക് 2 ടീസ്പൂൺ വരെ ചേർക്കാം. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുളക് പൊടി മുഴുവനായിട്ടും ഈ കശുവണ്ടിയിൽ പിടിച്ചിരുന്നോളും. വെള്ളം അധികമായാൽ ഈ മുളക് പൊടിയൊക്കെ പാത്രത്തുമ്പോൾ പിടിച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണിൽ കൂടണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിനെ നമ്മൾ ഒരു അരമണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷം നമുക്കത് മൈക്രോവേവ് ചെയ്തെടുക്കാം. നട്ട്സൊക്കെ മൈക്രോവേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ പവറിൽ മൈക്രോവേവ് ചെയ്യാത്തതാണ് നല്ലത്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടിയും വരും. അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനതുകൊണ്ട് 40% പവറിലാണ് നട്ട്സൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അധികം ഇളക്കി കൊടുക്കേണ്ടി വരില്ല. ചില ഓവണിൽ പെർസെൻറ്റേജിലായിരിക്കും ഡിസ്പ്ലേ വരിക, ചിലതിൽ ഔട്ട്പുട്ടായിരിക്കും ഡിസ്പ്ലേ കാണിക്കുക. 900 വാട്ട്സ് ഔട്ട്പുട്ട് ഉള്ളതിന് 900, 720, 540, 360, 180 എന്നായിരിക്കും കാണിക്കുക. മൈക്രോവേവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് ആദ്യം ഒരു മൈക്രോവേവ് സേഫ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ഡിഷാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് നിരത്തിയിടാൻ പറ്റുന്ന പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചില മൈക്രോവേവുകളുടെ കൂടെ വരുന്ന ബ്രൗണിംഗ് ഡിഷും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് മൈക്രോവേവ് സേഫ് ആണെങ്കിലും നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെള്ളമൊക്കെ പാകമായതുകൊണ്ട് ഉപ്പും മുളകൊക്കെ കാഷ്യൂ നട്ട്സിൽ തന്നെയുണ്ട്, പാത്രത്തിൽ ഒട്ടും പിടിച്ചിരിപ്പില്ല. ഇനി ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് 60% പവറിൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. മൈക്രോവേവിൻ്റെ ഔട്ട് പവർ 700-നെയും 1000-നെയും ഇടയ്ക്കാണ്. അതുകൊണ്ട് ഓരോ ഓവനിലെയും കുക്കിംഗ് ടൈം ചിലപ്പോൾ 2-3 മിനിറ്റ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ആദ്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് അടുത്തിരുന്നൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ അവണിലെ ടൈം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂപ്പർവിഷൻ ഇല്ലാണ്ട് തന്നെ ഇത് ആയിക്കോളും. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും എണ്ണ വേണ്ടെന്നുള്ളവർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 60% പവറിൽ തന്നെ ഒരു 2-3 മിനിറ്റ് കൂടി മൈക്രോവേവ് ചെയ്തെടുക്കണം. ഇതിനി ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് അവണിൽ നിന്ന് എടുത്ത വഴി വായിലേക്ക് എടുത്തിടരുത്. നല്ല ചൂടായിരിക്കും. പിന്നെ മിമിക്രിക്കാർ പറഞ്ഞ പോലെ ഹൗ എന്ന പദത്തിൻ്റെ പ്രയോഗം ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ 1-2 എടുത്ത് നമ്മൾ ആദ്യം അവണിൽ നിന്ന് പുറത്ത് വയ്ക്കുക. നന്നായി തണുത്ത ശേഷം നമ്മളതിൻ്റെ ക്രിസ്പ്നെസ് ചെക്ക് ചെയ്യുക. ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കേണ്ടി വരും. ഇനി നമുക്ക് ചെയ്യാവുന്ന വേറെ ചില ഫ്ലേവേഴ്സ് കൂടി പറഞ്ഞു തരാം. മുളക് പൊടിക്ക് പകരം നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത പെപ്പർ കാഷ്യൂസ് ഉണ്ടാക്കാം. പ്ലെയിൻ സോൾട്ടഡ് കാഷ്യൂസാണ് ഇഷ്ടമെങ്കിൽ ഈ പെപ്പറോ ചില്ലി പൗഡറോ ചേർക്കണ്ട.
ഈ BP ഒക്കെ ഉള്ളവർ ഈ സോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കിംഗ് ടൈം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഗാർലിക് പെപ്പർ കാഷ്യൂസ്. ഇതിനായിട്ട് 2 വെളുത്തുള്ളി നന്നായി അരച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഡിസോൾവ് ചെയ്യുക. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തർക്കും എല്ലാ ആഴ്ചയും എൻ്റെ ഒരു പുതിയ വീഡിയോ ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക.